കഴിഞ്ഞ ദിവസം അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ പെൺകുട്ടി ക്രൂരമായ പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന വിവരം പുറത്തു വരുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ 24-ന് ലഭിച്ചിട്ടുണ്ട്. മരിക്കുന്നതിന് തൊട്ട് മുൻപും കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ, ഏറെ ഞെട്ടലുണ്ടാക്കുന്ന വിവരങ്ങളാണ് വരുന്നത്. ശ്യാംകുമാർ വിശദാംശങ്ങളുമായി. ശ്യാം, വളരെ സങ്കടകരമാണ് ഈ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ. ഇത്ര ചെറിയൊരു കുഞ്ഞ് ഈ ചെറിയ പ്രായം മുതൽ തന്നെ അത് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു, അതും ഏറ്റവും അടുത്ത ബന്ധുവിനാൽ പീഡിപ്പിക്കപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്ത. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ എന്താണ്? അനുജ, ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്, പോസ്റ്റ്മോർട്ടത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, മരിക്കുന്നതിന്റെ മുൻപ്, അതായത് തലേ ദിവസം കുട്ടി പീഡനത്തിന് ഇരയായി എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർ പോലീസിനെ അറിയിച്ച വിവരങ്ങളിൽ പ്രധാനപ്പെട്ട വിവരമാണ്. അതിനു പുറമെ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ മുറിവ് ഏറ്റിരുന്നു, അത് ഉണങ്ങുന്ന നിലയിലായിരുന്നു എന്നുള്ളതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. കുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി എന്നുള്ള ഒരു വിവരം കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർമാർ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാമാണ് പ്രതിയിലേക്ക് കൃത്യമായി എത്തുകയും പ്രതിയെ കൊടുക്കുകയും ചെയ്തത്. ഇത്രയും തെളിവുകൾ കൈവശമുള്ള പോലീസിന്റെ മുന്നിലിരുന്നാണ് താനിത് ചെയ്തിട്ടില്ല എന്ന് കുട്ടിയുടെ അടുത്ത ബന്ധു ആദ്യം പോലീസിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഈ തെളിവുകൾ ഓരോന്നായി പോലീസ് മുന്നോട്ട് വെക്കുമ്പോൾ പ്രതിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. അങ്ങനെയാണ് പ്രതി കുറ്റസമ്മതം നടത്തുകയും ഒടുവിൽ അറിയാതെ പറ്റിപ്പോയി എന്നുള്ള ഒരു കുറ്റസമ്മതം പ്രതി നടത്തുകയും ചെയ്തത്. ഏതായാലും ഈ ഞെട്ടിപ്പിക്കുന്ന മൊഴി തന്നെയാണ് പോലീസിനോട് പ്രതി നടത്തിയിരിക്കുന്നത്. അതും അല്പസമയത്തിനുള്ളിൽ നമ്മൾ പുറത്തുവിടും. ഏതായാലും കൂടുതൽ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, 1 വർഷമായി ആ പിഞ്ചു കുഞ്ഞ് ക്രൂരമായ പീഡനങ്ങൾക്ക്, ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയായിരുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതും കുട്ടിയെ സംരക്ഷിക്കേണ്ട ഒരുവൻ തന്നെയാണ് ആ കുട്ടിയെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ കൂടി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്യാം, ഇതിൽ എന്തെങ്കിലും ഈ കുഞ്ഞ് ആരോടെങ്കിലും തുറന്നു പറയാൻ ശ്രമിച്ചിരുന്നതായി നമുക്കറിയാമോ? സാധാരണഗതിയിൽ അമ്മയോടൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ, എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ അമ്മമാരത് കണ്ടുപിടിക്കും, അങ്ങനെയൊക്കെയാണ്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളതായി നമുക്കറിയാമോ? അനുജ, അങ്ങനെ ഒരു തിരിച്ചറിവിനുള്ള പ്രായം ആ കുഞ്ഞിനായിട്ടുണ്ടോ എന്നുള്ളതും സംശയമാണ്. കാരണം തനിക്ക് നേരിടുന്നത് ഒരു ദുരനുഭവമാണ്. പറയാൻ ഒരു പക്വത കുഞ്ഞിനുണ്ടായിരുന്നോ എന്നുള്ളത് അതിന്റെ പ്രായം സംശയമാണ്. കാരണം അതിന്റെ ഏറ്റവും അടുത്ത ബന്ധു, അത് ഏറ്റവും സ്നേഹത്തോടെ സമീപിച്ചിരുന്ന ആ വ്യക്തികളിൽ ഒരാൾ, അങ്ങനെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതൊരു ലൈംഗികമായ അതിക്രമമാണ് എന്ന് പറയാനുള്ള ഒരു ശാരീരിക ബൗദ്ധിക വളർച്ചയോ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളത് സംശയമാണ്. ഏതായാലും അമ്മയെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് ഈ വിവരങ്ങളിലെ വ്യക്തത തേടിക്കൊണ്ട് തന്നെയാണ്. കാരണം അമ്മയോട് ഈ വിവരങ്ങൾ എന്തെങ്കിലും കുഞ്ഞു പറഞ്ഞിരുന്നോ, സ്വകാര്യ ഭാഗങ്ങളിൽ വേദനയുണ്ടെന്നോ, എന്തെങ്കിലും അസ്വസ്ഥതയുണ്ട് എന്ന തരത്തിലേക്കൊക്കെയാണ് സാധാരണ ഇത്ര ചെറിയ കുഞ്ഞുങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർ ആദ്യം അത് അമ്മയോടൊക്കെയാണ് തുറന്ന് പറയുന്നത്. എന്താണ് എന്ന് അവർക്കറിയില്ല, പക്ഷേ എന്തോ അസ്വസ്ഥതയുണ്ട് അല്ലെങ്കിൽ വേദനയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെയാണ് പലപ്പോഴും മാതാപിതാക്കൾ ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നതും. ഇവിടെ അതിനൊക്കെയുള്ള എന്തെങ്കിലും സാധ്യത ഈ കുഞ്ഞിനുണ്ടായിരുന്നോ? കുഞ്ഞാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ടീച്ചറിനോടൊക്കെ എന്തെങ്കിലും വെളിപ്പെടുത്തിയിട്ടുണ്ടോ? അതിനുള്ള സാധ്യത ഇല്ല എന്ന് തോന്നുന്നു. കാരണം ടീച്ചർമാരൊക്കെ വലിയ ഞെട്ടലിലാണല്ലോ. സ്വാഭാവികമായും, കാരണം ആ കുഞ്ഞ് അംഗനവാടിയിൽ പോയി തുടങ്ങി. ഒരു കുഞ്ഞൊരു 4 വയസ്സൊക്കെ മുതൽ അംഗനവാടിയിലേക്ക് എത്തിത്തുടങ്ങുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടുതലായി പറയുന്നത്, പ്രത്യേകിച്ച് രാവിലെ 10 മണി മുതൽ വൈകിട്ട് ഒരു 3 മണി വരെ അംഗനവാടിയിലാവും ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകുക. ആ സമയത്തൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ ആന്റിമാരോടും ടീച്ചർമാരോടും ഒക്കെ, അംഗനവാടിയിലെ അധ്യാപകരോടും ഒക്കെ അവരത് പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ആ അംഗനവാടിയിലാണ് അവരുടെ പ്രാഥമിക കൃത്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവരെ സഹായിക്കുന്നത് ഈ അംഗനവാടിയിലെ ജീവനക്കാരാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർ അവിടെയും പറയേണ്ടതാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഇത് തിരിച്ചറിയാനുള്ള ഒരു മാനസികമായ ഒരു വളർച്ചയിലേക്ക് ആ കുഞ്ഞ് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടി ഇത് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇനി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യമാണ്. അനുജ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒരു സൂചനയെങ്കിലും കൊടുക്കേണ്ടത് അമ്മയോടാണ്. അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ അമ്മയോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസും ഇപ്പോൾ തിരക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുകയും അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യുന്നത്. പക്ഷേ അമ്മ ഒരിക്കൽ പോലും ഇത്തരം കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ പറഞ്ഞത്. ഭർത്താവിന്റെ കുടുംബം കൂടുതലായി കുഞ്ഞിനെ സ്നേഹിക്കുന്നത് തനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല, അവർ വിഷമിക്കുന്നത് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തത് എന്നൊക്കെ അവർ പോലീസിനോട് പറഞ്ഞു എന്നാണ്. എന്തായാലും പോലീസിന് ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായി വ്യക്തത വരേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകും അമ്മയെ എന്നുള്ളതും കൃത്യം ആണ്. തിരുവാണൂരിൽ അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ 4 വയസ്സുകാരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടത്.